തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. നാടോടി സംഘത്തിലെ ബാലികയാണ് തട്ടിക്കൊണ്ടുപോയത്. ബൈക്കിലെത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, കുട്ടിയെ കണ്ടെത്തുവാനുള്ള വ്യാപക തെരച്ചിലാണ് പോലീസും സംഘവും നടത്തുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിരുന്നത്. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങുകയായിരുന്നു കുട്ടിയെ. ആ കുട്ടിയെ ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയെന്നാണ് മൊഴിയിൽ പറയുന്നത്. കുട്ടിയുടെ ബന്ധുക്കളും ബന്ധുക്കളും അടക്കം പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് സംഭവം നടക്കുന്നതെന്നാണ് ഇവിടെ മൊഴിയിൽ പറയുന്നത്. അതായത് 12 മണിയോടെ ആണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ജില്ലയും അതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടക്കുന്നത്. കുട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ബൈക്കിലെത്തിയ 2 അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടുന്ന വിവരം. കുട്ടിയുടെ ബന്ധുക്കളടക്കം എല്ലാവരും ഈ തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപകമായ തെരച്ചിലും നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാടോടി സംഘത്തിൽപ്പെട്ട ദമ്പതികളുടെ കുട്ടിയാണ് കാണാതായത്. 2 വയസ്സുള്ള ബാലികയാണ് ഈ സംഘം തട്ടിക്കൊണ്ടുപോയത്. എന്തായാലും വ്യാപകമായ തെരച്ചിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം 12 മണിയോടെയാണ് ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് മൊഴിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടി ഉറങ്ങാൻ കിടക്കുന്നവരെ ഏകദേശം 12 മണിയോടുകൂടി തന്നെ ഈ ഉറങ്ങാൻ കിടന്നു. സഹോദരന്മാരോടൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയാണ് പിന്നീട് കാണാതാകുന്നത്. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ ബന്ധുക്കളടക്കം, അതായത് പിതാവും മറ്റ് ബന്ധുക്കളടക്കം പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ എത്തുകയും ചെയ്തു. അത് അവരുടെ കയ്യിൽ നിന്ന് മൊഴികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് അടക്കമുള്ളതെല്ലാം ഇപ്പോൾ അന്വേഷിച്ച് വരുവാണ്. കുട്ടിയെ കണ്ടെത്തുവാനുള്ള ഒരു തെരച്ചിലും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ആസാം സ്വദേശികളുടെ മകളെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെല്ലാം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക്. അതുപോലെ തന്നെ ഇത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആരെയെന്നതടക്കം CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. വിഷ്ണു, പ്രശാന്ത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ശക്തമായൊരു തെരച്ചിൽ നടക്കുമ്പോഴും പ്രധാനമായും പരിശോധിക്കേണ്ടത് CCTV ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ പോലീസ് ഇപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെയല്ലേ പ്രധാനമായും അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്? ഈ CCTV ദൃശ്യങ്ങൾ, പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? വിഷ്ണു, നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അന്വേഷണത്തിന്റെ പ്രാഥമികഘട്ട നടപടികളെല്ലാം അവർ കടന്നിട്ടുമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതിനുശേഷമാണ് പരാതിയുമായിട്ട് ഈ ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുന്നത്. രാത്രി ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ 2 അംഗ സംഘം ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. DCP അടക്കമുള്ളവർ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റ് അന്വേഷണങ്ങൾ, ഇത് കുട്ടിയെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നടക്കമുള്ളവ വിവരങ്ങൾ, CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിശാലമായ അന്വേഷണത്തിലേക്ക് പോലീസും കടക്കുന്നുണ്ട്. മാത്രമല്ല നഗരപരിധിയും അതുപോലെ തന്നെ നഗരം വിട്ടു പോകാനുള്ള സാധ്യതകളെല്ലാം നോക്കിക്കൊണ്ട്, അതായത് CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് മറ്റ് എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്, ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന അടക്കമുള്ള ഒരു വിശാലമായ ഒരു പരിശോധനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നടത്തുവാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇപ്പോൾ ഈ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. 2 വയസ്സുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ മകളാണ്, അസം സ്വദേശികളുടെ മകളാണെന്നാണ്
ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രാഥമിക വിവരം. ഏതായാലും കുട്ടികളുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവരുടെ മൊഴികൾ കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായി കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ ഈ ബൈക്ക് യാത്രയിൽ 2 സംഘമാണ് ബൈക്കിലെത്തിയ 2 സംഘമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഉള്ളൊരു പ്രാഥമികമായ മൊഴിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. അത് മാത്രമല്ല, സമാനമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസും ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആരാണ് ഈ തട്ടിക്കൊണ്ടുപോയത് എന്നടക്കം കണ്ടെത്താനുള്ള ഒരു CCTV ദൃശ്യങ്ങളും മറ്റ് സാഹചര്യ തെളിവുകളടക്കം ഇപ്പോൾ ശേഖരിക്കുന്നുണ്ട് പോലീസ്. സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് സംസ്ഥാനം വ്യാപകമായി അതുപോലെ തന്നെ ജില്ലാ വ്യാപകമായി ഇത്തരത്തിൽ കുട്ടിയെ കണ്ടെത്താനുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ അസ്വാഭാവികമായ സാഹചര്യത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അന്വേഷിപ്പിക്കാനുള്ളൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതായത് വ്യാപകമായ തരത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോലീസും കടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ്. ഏകദേശം 12 മണിയോടുകൂടിയാണ് ഉറങ്ങിക്കിടന്ന കുട്ടിയെ സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങാൻ കിടന്നതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ കാണാതാകുന്നത്. അതേ തുടർന്നാണ് പരാതിയുമായിട്ട് ബന്ധുക്കളടക്കം പോലീസിനെ സമീപിക്കുന്നത്. തുടർന്നാണ് ഇത്തരത്തിലൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. എന്തായാലും വ്യാപകമായ ഒരു അന്വേഷണം നടക്കുന്നതാണ് പോലീസിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പേട്ട പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നാണ് കുട്ടിയെ കാണാതായത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ മകൾ, അതായത് ആസാം സ്വദേശികളായ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ കഴിഞ്ഞ 2 മാസം മുമ്പാണ് കേരളത്തിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ മറ്റ് തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആ സംഘത്തിൽപ്പെട്ടവരുടെ മകളെയാണ് കാണാതായത്. 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ആണ് കാണാതായത്. ബൈക്കിലെത്തിയ 2 സംഘം തട്ടിക്കൊണ്ടുപോവുകയാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും ഒരു അന്വേഷണ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ അടക്കം പോലീസും നടത്തുന്നുണ്ട്. ഇതിൽ ഈ കുട്ടികൾ തട്ടിക്കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട സംഘടന സംസ്ഥാനത്ത് അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിൽ ഉണ്ടോ എന്നടക്കമുള്ളതും കൂടെ പരിശോധിച്ചുകൊണ്ട് ആണ് ഈ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അതായത് ആരാണ് എന്നത് കൃത്യമായ ഒരു വിവരം ലഭിക്കണമെങ്കിൽ അത് CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ബൈക്ക് യാത്ര പോകാനുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ബൈക്ക് പോകുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ കടക്കുന്നത്. എന്തായാലും ഈ പ്രശാന്ത്, ഇപ്പോൾ ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് കൂടി പോകാം. പ്രശാന്ത്, നിലവിൽ ഈ കുട്ടിയുടെ ബന്ധുക്കളിൽ ആരോ ഒരാളാണ് പ്രതികരിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രശാന്ത്, കേൾക്കാമെങ്കിൽ നിലവിൽ ഈ തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന ആ കുഞ്ഞിന്റെ ബന്ധുക്കളിൽ ആരോ ഒരാളുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്താണ് അദ്ദേഹം പറയുന്നത്? കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് ഈ കുട്ടിയെ കാണാതായതെന്നാണ് ഇപ്പോൾ നമുക്ക് ബന്ധുക്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഏകദേശം 12:30 കൂടിയാണ് കുട്ടിയെ കാണാതാകുന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കുട്ടിയെ 2 സംഘം തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ നമുക്ക് ബന്ധുക്കളുടെ കൂടി വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബന്ധുക്കളടക്കമുള്ളവർ, അതായത് കുട്ടിയുടെ പിതാവ് അടക്കമുള്ളവർ ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് ഇവർ ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയവരാണ്. ഹൈദരാബാദിൽ നിന്നാണ് കഴിഞ്ഞ 2 മാസം മുമ്പാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന്, പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 2 വയസ്സോളം പ്രായമുള്ള കുട്ടിയാണ് തട്ടിക്കൊണ്ട് പോയത്. അതായത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി കുട്ടി ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. അതിനുശേഷം സഹോദരന്മാരോടൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയാണ് പിന്നീട് കാണാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതേ തുടർന്നാണ് ബന്ധുക്കളടക്കം പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. പേട്ട പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഇവർ താമസിക്കുന്നത്. അങ്ങനെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തിയെ തുടർന്നാണ് പിന്നീട് പോലീസും ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വിശാലമായൊരു അന്വേഷണത്തിലേക്ക് പോലീസും കടന്നിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനിടയായ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അതുപോലെ തന്നെ ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടൊരു അന്വേഷണത്തിലേക്ക് പോലീസും കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നെങ്കിലേ നമുക്ക് കൃത്യമായൊരു വിവരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും. എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഒരു 12:30 മണിയോടെയാണ് ഈ പോലീസ്
ഇത്തരത്തിലൊരു പരാതി എത്തുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുമായി ബന്ധപ്പെട്ടൊരു പരാതി ലഭിക്കുന്നത്. അതിനുശേഷമാണ് പോലീസും ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട്. ഒരു സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത്. കുട്ടിയുടെ ബന്ധുക്കളടക്കം ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നുണ്ട്. അവരുടേതായ ഒരു മൊഴി കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും കുറച്ചുകൂടി പ്രശാന്ത, മറ്റൊരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു ആരോപണം ഉയരുന്നതെന്ന് പറയുന്നത് നിലവിൽ തലസ്ഥാനത്ത് നഗരത്തിലടക്കം പോലീസിൻ്റെ പെട്രോളിംഗ് കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. അതേപോലെ തന്നെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സംഘർഷം ഉൾപ്പെടെ സംഘർഷം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പുറത്തു വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ രാത്രികാല പെട്രോളിംഗ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമല്ലാത്തതും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചെന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും അത്തരത്തിൽ ഈ സംഘങ്ങൾ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ഇതിൻ്റെ ഇതുമായി ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കച്ചവടങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഈ നാടോടി സംഘങ്ങൾ കേരളത്തിലെത്താറുണ്ട്. അത്തരത്തിലുള്ള നാടോടി സംഘങ്ങളുടെ ഒരു കുഞ്ഞാണ് ഈ കാണാതായത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളുടെ ഒരു വിവരം കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെരുവുകളിൽ താമസിക്കുന്ന ആ സംഘങ്ങളിൽ പെടുന്നവരാണെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അത് കേന്ദ്രീകരിച്ച് അത്തരത്തിൽ ആ സ്ഥലം അവരുടെ താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണമാണ് പോലീസും നടത്തുന്നത്. ഇതിനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഈ പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷിക്കുന്നത്. അതായത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് കൊല്ലത്തും സമാനമായൊരു സംഭവം ഉണ്ടായത്. എന്നാൽ അതിൻ്റെ സമാനമായ സാഹചര്യത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ കുട്ടികൾ തട്ടിക്കൊണ്ടുപോകുന്നതുമായ സംഘങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ളവരെല്ലാം പരിശോധിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണത്തിലേക്കായിരിക്കും പോലീസും കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ ബന്ധുക്കളടക്കം ഈ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ മറ്റ് തെളിവുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുള്ള മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമെന്നതടക്കം പോലീസ് നോക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ളൊരു തെരച്ചിൽ കൂടെ പരമാവധി ഈ സംസ്ഥാനം അല്ലെങ്കിൽ ഈ ജില്ല വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്തുന്നതിനുള്ളൊരു നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏകദേശം ഈ സമയം കൂടി കണക്കിലാക്കിക്കൊണ്ട്, അതായത് കുട്ടി കാണാതായിപ്പോയ സമയം കൂടി അല്ലെങ്കിൽ കുട്ടി തട്ടിക്കൊണ്ടുപോയ സമയം കൂടി കണക്കിലാക്കിക്കൊണ്ട് ആ സമയം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ സഞ്ചരിക്കാവുന്ന ദൂരപരിധിയെല്ലാം പോലീസ് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ടുള്ളൊരു സംഘത്തിലേക്കാണ് നോക്കിക്കൊണ്ടാണ് ഈ അന്വേഷണം നടത്തുന്നത്. അതായത് അധികം ദൂരെ പോകാൻ സാഹചര്യമില്ല എന്നും അറിയാൻ കഴിയുന്നു. ഈ ജില്ലയുടെ പരിധി വിട്ടു പോകാനുള്ള സാധ്യതയും വളരെ കുറവാണെന്നുള്ളൊരു നിരീക്ഷണവുമുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ല പൂർണ്ണമായും ഈ പോലീസിൻ്റെ ഒരു നിയന്ത്രണത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ടൊരു അന്വേഷണത്തിലേക്ക് കടക്കുവാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പോലീസ്. എന്തായാലും വിവിധ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ അന്വേഷണം കാര്യക്ഷമമാക്കുക. അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് പേട്ട പോലീസ് സ്റ്റേഷനിൽ. അതുകൂടി കഴിഞ്ഞതിന് ശേഷം കൃത്യമായൊരു വിവരത്തിലേക്ക് പോലീസും എത്തിച്ചേരും. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം 12:30 മണിയോടുകൂടി ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഈ കുട്ടിയും 11 മണി വരെ കുട്ടിയും അതുപോലെ തന്നെ കുട്ടിയുടെ സഹോദരങ്ങളൊപ്പം പിതാവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവർ ഉറങ്ങാൻ കിടക്കുന്നത്. അതിനുശേഷം ഈ കുടുംബവും ഉറങ്ങാൻ കിടന്നു. ഉറങ്ങാൻ കിടക്കുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഘം ബൈക്കിലെത്തുകയും കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കൾ നൽകുന്ന മൊഴി. ഹൈദരാബാദിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഇവർ കേരളത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് ഈ നാടോടി സംഘത്തിൽപ്പെട്ട ബാലികയാണ് ഈ കാണാതായത്. അത്തരത്തിൽ ഈ ഒരു സംഘമായിട്ട് വിവിധ കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് എത്തുന്ന സംഘമാണ്. അവരാണ് ഈ
അതിൽപ്പെട്ട ഒരു കുട്ടിയാണ് തട്ടിക്കൊണ്ടുപോയത്. 2 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ കാണാതായ കുട്ടിക്ക്. 2 പേരടങ്ങുന്ന സംഘം ബൈക്കിൽ എത്തുകയായിരുന്നു. അതിനുശേഷം കുട്ടിയെ ബലമായി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ബന്ധുക്കളടക്കം നൽകുന്ന മൊഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ബന്ധുക്കളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബന്ധുക്കളുടെ വിവരങ്ങൾ കൂടി കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശേഖരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടേക്ക് പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. തുടർന്ന് ഉള്ളൊരു അന്വേഷണം അതിനുശേഷമായിരിക്കും പിന്നീട് ഈ കൂടുതൽ മൊഴിയെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അന്വേഷണം വ്യാപിക്കുന്നത്. എന്തായാലും ഈ ജില്ലാ വ്യാപകമായി തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടുവരികയാണ്. വാഹനങ്ങളടക്കം പരിശോധിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണം പോലീസ് നടത്തുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം രാത്രി 12:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായത് പോലീസിൻ്റെ വീഴ്ചയാണെന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ട്. അതായത് പെട്രോളിംഗ് കാര്യക്ഷമമല്ലാത്തതും ഇതിനൊരു കാരണമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു, പ്രശാന്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർദ്ധരാത്രിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ കൂടിയും 2 പേരടങ്ങുന്ന സംഘം ബൈക്കിലെത്തുന്നു. ബൈക്കിലെത്തിയ സംഘം ഈ റോഡിലെ വഴിയരികിൽ കിടന്നുറങ്ങുകയായിരുന്ന ദമ്പതികളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നു. ഈ ഒരു കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൃത്യമായൊരു ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണ്ടേ കരുതാൻ. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ തന്നെയായിരിക്കില്ലേ പ്രധാനമായും ഇതിനൊരു കേന്ദ്രീകരിച്ചൊരു അന്വേഷണത്തിന് പ്രധാനമായും ഉണ്ടാവുക. പ്രശാന്ത, കേൾക്കാമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു കൃത്യത്തിന് പിന്നിൽ കൃത്യമായൊരു ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണ്ടേ കരുതാൻ. വിഷ്ണു, അങ്ങനെയും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് കൃത്യമായി കുട്ടികൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആകാം ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകൽ നടന്നതെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ 4 സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങുകയായിരുന്നു. കൊതുകുവല ക്കുള്ളിൽ കിടന്നിറങ്ങുന്ന കുട്ടിയെ, അതിൽ നിന്നാണ് ഈ 2 വയസ്സുള്ള കുട്ടിയെ എടുത്തുകൊണ്ട് പോയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ 2 അംഗ സംഘം ബൈക്കിലേക്ക് എത്തുകയും അതിനുശേഷം തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബന്ധുക്കളടക്കം പോലീസിലെത്തുകയും പരാതി നൽകുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോലീസും കടന്നിരിക്കുന്നത്. ഇതിൻ്റെ സാഹചര്യങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഈ തട്ടിക്കൊണ്ടു പോകാൻ ഉണ്ടായതെന്നടക്കം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. അതായത് ഈ 2 പേർ ആരായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തട്ടിക്കൊണ്ടു പോകുന്ന ആ സ്ഥലം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണം പോലീസും നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി കൂടുതൽ വ്യക്തത ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഗതി കൂടി വിശദീകരിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ വ്യക്തത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയൂ. പ്രാഥമികമായി കിട്ടുന്നൊരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഈ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നത് ഈ ജില്ല വിട്ടുപോയി സാധ്യത ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. ജില്ല വിട്ട് ഈ എന്നതടക്കം അല്ലെങ്കിൽ കൊണ്ടുപോയതിനു ശേഷം 12 മണിക്ക് ശേഷം ഇവരുടെ യാത്ര അത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അത് ജില്ല വിട്ട് പോകാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ ഒരു വിവരം. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം കൂടി നടന്നു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ അന്വേഷണം ഈ പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ പ്രതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി ഈ സമഗ്രമായ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അത് പറയുമ്പോഴും ഈ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു വീഴ്ചയെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഈ പെട്രോളിംഗ് അടക്കം കാര്യക്ഷമമല്ലാത്തൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം തലസ്ഥാന നഗരിയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പേട്ട ഭാഗത്ത് നിന്നാണ് ഈ കുട്ടിയെ കാണാതായെന്നാണ്. പേട്ട ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. ജനത
ജനനിബിഡമായ അല്ലെങ്കിൽ ഈ എയർപോർട്ട് സഹിതമുള്ള ഒരു ഭാഗം കൂടിയാണ്. അങ്ങനെ ഉള്ളൊരു ഭാഗത്തു നിന്നാണ് ഈ കുട്ടിയെ കാണാതാകുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഏറ്റവും ജനനിബിഡമായൊരു പ്രദേശം കൂടിയാണ്. രാത്രിയായാൽ പോലും വാഹനങ്ങളടക്കം കൂട്ടമായി എത്തുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രദേശം കൂടിയാണ് ഈ സ്ഥലം. അത്തരമൊരു സ്ഥലത്തു നിന്നാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിലുള്ളൊരു അന്വേഷണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പെട്രോളിംഗ് അടക്കം രാത്രികാല പെട്രോളിംഗ് അടക്കം പോലീസ് വരുത്തിയൊരു വീഴ്ചയും ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പരാതി ലഭിച്ചതിന് ശേഷം ഒരു അന്വേഷണത്തിലേക്ക് പോലീസും കടന്നിട്ടുണ്ട്. എന്നാൽ അത് മണിക്കൂറുകൾ ഇത്ര പിന്നിടുന്നു എന്നതാണ് മറ്റൊരു വിഷയമെന്ന് പറയുന്നത്. അതായത് രാത്രി 12:30 മണിക്ക് കാണാതായതാണ്. അതിനുശേഷമാണ് പരാതിയുമായിട്ട് ബന്ധുക്കൾ എത്തുന്നത്. അതിനുശേഷം ഇത്രയും സമയം കടന്നു പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സമയം കൂടി കണക്കിലാക്കിക്കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കാം അല്ലെങ്കിൽ ഈ കുട്ടിയുമായി എത്ര ദൂരം സഞ്ചരിക്കാമെന്നതടക്കം അല്ലെങ്കിൽ അധികം ദൂരം സഞ്ചരിക്കുവാനുള്ള സാധ്യത കൂടി കണക്കിലാക്കിക്കൊണ്ടായിരിക്കും ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട്. അത് ജില്ലാ വ്യാപകമായി പല സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ടൊരു തെരച്ചിൽ നടക്കുന്നുണ്ട്. വിഷ്ണു. പ്രശാന്ത, അതോടൊപ്പം തന്നെ നിലവിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ സമീപത്തെ ഈ ഓട്ടോ തൊഴിലാളികൾ അടക്കമുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അവരോടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദുരൂഹമായ എന്തെങ്കിലും ഒരു സാഹചര്യം രാത്രി അവർ ശ്രദ്ധിച്ചു എന്നുള്ള കാര്യങ്ങൾ അവരോടും പോലീസ് ചോദിച്ചറിയുന്നുണ്ടോ? വിഷ്ണു, ഇതിൽ രാത്രിയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടക്കുന്നതെന്നാണ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ ആ ഭാഗത്ത് ഓട്ടോക്കാരടക്കമുള്ളവരുടെ വന്നുപോയവരുടെ എല്ലാം ഒരു ആരൊക്കെ അവിടെ ആ ഭാഗത്തെത്തി അല്ലെങ്കിൽ ഈ സ്ഥലത്തു കൂടി ആരൊക്കെ കടന്നുപോയെന്നടക്കമുള്ള ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ശേഖരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ അന്വേഷണത്തിലേക്ക് വിശാലമായൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായിട്ട് ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നതും ആ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ അവിടുന്ന് സഞ്ചരിക്കാവുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്നടക്കമുള്ളവ ആ സ്ഥലങ്ങൾ എല്ലാം CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടൊരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് കടക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 12:30 ഈ കുട്ടിയെ കാണാതാകുന്നത്. 4 സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളിൽ നിന്ന് ആണ് ഈ 2 വയസ്സുകാരിയെ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. ഏകദേശം 12:30 ഈ സംഭവം എന്നാണ് ഇപ്പോൾ ബന്ധുക്കളുടെ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമുക്ക് ബന്ധുക്കൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഹൈദരാബാദ് സ്വദേശികളാണ് ഇവർ. അവിടെ നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഈ കച്ചവടവും മറ്റുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കായി കേരളത്തിലേക്ക് എത്തുന്ന സംഘം ആണ് അവർ. അതിൽപ്പെട്ട കുട്ടിയാണ് ഇത്തരത്തിൽ കാണാതായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും പോലീസിന്റെ ഭാഗത്തിന് അന്വേഷണവും ഈ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളടക്കമുള്ളവരെ പോലീസ് വിശദമായൊരു ബന്ധുക്കളടക്കമുള്ളവരുടെ മൊഴിയും പോലീസ് ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് കടക്കുക. എന്തായാലും ഇപ്പോൾ ഈ പ്രാഥമികമായ ഒരു എടുത്ത മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ജില്ല വിട്ടുപോകാതിരിക്കുവാനുള്ളൊരു നടപടി കൂടി പോലീസ് സ്വീകരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ തമിഴ്നാട് ബോർഡർ അടക്കം ഈ അന്വേഷണത്തിൽ ബോർഡറിലടക്കം നിരീക്ഷിക്കുവാനൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ജില്ല വിട്ടു പോകരുത് എന്നൊരു ലക്ഷ്യം കൂടി അല്ലെങ്കിൽ ജില്ല വിട്ടു പോകരുത് എന്നത് കൂടി മുന്നിക്കണ്ടുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ അധികം ദൂരം ഇവർ സഞ്ചരിക്കുവാൻ സാധ്യതയില്ല എന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ട് ജില്ല ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലടക്കം ഒരു അന്വേഷണം കൂടി നടത്തുവാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ കുട്ടി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഏകദേശം 12:30 മണിയോടെ കൂടെ കാണാതായതാണ് കുട്ടി. അതിനുശേഷം പരാതിയുമായി ഈ ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ
ഒരു അന്വേഷണത്തിലേക്ക് പോലീസിനും കടക്കുന്നത്. എന്നാൽ കൃത്യമായ വിവരം പോലീസിനുമില്ല. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോഴും കൃത്യമായ വിവരം നൽകുവാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ കൂടുതൽ വിവരം നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൂടെ അത്തരത്തിൽ ആ വിവരങ്ങൾ കൂടി ലഭിക്കുന്നതോടുകൂടി മാത്രമേ കൃത്യമായൊരു വിവരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അത് DCP അടക്കമുള്ളവർ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്രീകരിച്ച് ജില്ലാ വ്യാപകമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. നാടോടി സംഘത്തിൽപ്പെട്ട കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. 2 വയസ്സോളം പ്രായമുണ്ട്. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാണാതായത്. വിഷ്ണു. പ്രശാന്ത്, എന്തു തന്നെയായാലും ഇത്തരമൊരു വാർത്ത രാവിലെ വരുമ്പോൾ തന്നെ തലസ്ഥാന നഗരത്തിന് ഒരു ഞെട്ടൽ തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ കേരളത്തിൽ നേരത്തെയും ഉണ്ടായിരുന്നു. അതിലൊക്കെ തന്നെയും പ്രധാനമായും നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണങ്ങൾ നടക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ സമയം വൈകുന്നതും ഒരുപക്ഷെ ഈ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ദൗത്യത്തിന് വെല്ലുവിളിയാകുകയില്ല. ഒരുപക്ഷെ ഈ പറയുന്ന സംഘം ഇതിനോടകം തന്നെ അതിർത്തി വിടാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ കൂടിയും CCTV ദൃശ്യങ്ങൾ പരമാവധി ശേഖരിക്കുക എന്നത് തന്നെയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദുരൂഹമായ സാഹചര്യം നേരത്തെയും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ പോലീസിന്റെ പ്രതികരണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത്? വിഷ്ണു, പോലീസിന്റെ ഒരു പ്രതികരണം കൂടി ഇതിൽ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രതികരണം കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ അന്വേഷണം ഏതുവിധമായി എന്നത് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുള്ളൂ. നിലവിൽ ലഭിക്കുന്ന വിവരം ഈ അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ്. അത് അതിർത്തി പ്രദേശങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളടക്കം നിരീക്ഷിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു അവിചാരിതമായ സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നവരെല്ലാം നിരീക്ഷിക്കുവാനും അല്ലെങ്കിൽ വാഹനങ്ങളടക്കം അത്തരത്തിൽ അസ്വാഭാവികമായ സാഹചര്യത്തിൽ കാണപ്പെടുന്ന വാഹനങ്ങളെ അടക്കം നിരീക്ഷിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം രാത്രി 12:30 ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷമാണ് ഈ നാടോടി സംഘം പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. തുടർന്നാണ് ഒരു അന്വേഷണത്തിലേക്ക് പോലീസും കടന്നത്. ഏതായാലും ഈ ഒരു മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം മണിക്കൂറുകൾ ഏറെ പിന്നിടുകയും ചെയ്തിരിക്കുന്നു. അന്വേഷണം നടക്കുന്നു, അല്ലെങ്കിൽ അന്വേഷണം കാര്യക്ഷമമാണെന്ന് പറയുമ്പോഴും കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് ഒരു വസ്തുത കൂടിയാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവത്തിന് ശേഷമാണ് ഈ ഒരു പോലീസിന്റെ അന്വേഷണത്തിലേക്ക് കടന്നത്. ജില്ലാ അതിർത്തികളടക്കം കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് വിശദ വിവരങ്ങൾ കൂടുതൽ ഈ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ പങ്കുവയ്ക്കാൻ തയ്യാറായിട്ടുമില്ല. എന്തായാലും ഈ വാഹനങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരം. മറ്റ് കൂടുതൽ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ അത് പോലീസ് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ കുട്ടിയുടെ ബന്ധുക്കളെ അടക്കം ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല തട്ടിക്കൊണ്ടുപോയ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുകൂടി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുവാനും പോലീസ് നീങ്ങുന്നുണ്ട്. എന്തായാലും ഈ ജില്ല വിട്ടുപോയിട്ടില്ല സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ഉള്ള വിവരം. അതുകൊണ്ട് തന്നെ ഈ നഗരപരിധിയിൽ വ്യാപകമായൊരു തെരച്ചിൽ നടത്തുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അസ്വാഭാവികമായ സാഹചര്യത്തിൽ കാണുന്ന വാഹനങ്ങളെയോ അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ നിരീക്ഷിക്കുവാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിഷ്ണു. പ്രശാന്ത, നിലവിൽ ഇത്തരത്തിൽ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. എന്നിരുന്നാൽ കൂടിയും തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം വളരെയധികം ഞെട്ടൽ ഉളവാക്കുന്നൊരു സംഭവം തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരത്തിൽ നടന്ന സമാനമായ സംഭവങ്ങളുടെ ഒരു അന്വേഷണം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ നമുക്കറിയാം
ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന് മുന്നോടിയായാണ് മുൻപ് ഇത്തരത്തിൽ രാത്രികാല പെട്രോളിംഗ് സംവിധാനമൊക്കെ ശക്തമാക്കിയിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പെട്രോളിംഗ് സംവിധാനത്തിനൊക്കെ ഗുരുതരമായൊരു വീഴ്ച വന്നിരിക്കുന്നു. സംസ്ഥാനത്തെ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിലടക്കമുള്ള രാത്രികാല പെട്രോളിംഗ് സംവിധാനത്തിന് ഒരു കാര്യക്ഷമത ഇല്ല എന്നുള്ള ആക്ഷേപങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ശരിവെക്കുന്നതല്ലേ ഇത്തരമൊരു സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ രാത്രികാല നേരത്തൊക്കെ വളരെയധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം തലസ്ഥാന നഗരിയിൽ വളരെ ദിവസങ്ങളായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. യെസ്, പ്രശാന്തിലേക്ക് തിരികെ എത്താം. എന്തു തന്നെയായാലും തിരുവനന്തപുരം പേട്ടയിലാണ് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. നാടോടി സംഘത്തിലെ ബാലികയാണ് തട്ടിക്കൊണ്ടുപോയത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിലവിൽ പറയപ്പെടുന്നത്. നിലവിൽ എന്ത് തന്നെയായാലും പോലീസ് കാര്യക്ഷമമായുള്ളൊരു അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ കുട്ടിയുടെ ബന്ധുക്കളുടെ അടക്കമുള്ള ആളുകളുടെ എല്ലാം മൊഴി ഈ ഒരു ഘട്ടത്തിൽ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. പേട്ട ഓൾ സയൻസ് കോളേജിന് സമീപത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ബൈക്കിലെത്തിയ സംഘമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. ബീഹാർ സ്വദേശികളുടെ മകൾ മേരിയെയാണ് കാണാതായത്. കൃത്യമായൊരു അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. പരമാവധി ഇടങ്ങളിലൊക്കെയും അതായത് ഈ ഒരു സംഘം കടന്നു ചെല്ലാവുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെയൊക്കെയും മൊഴികളും ശേഖരിക്കുന്നൊരു സാഹചര്യം കൂടിയാണുള്ളത്. പ്രശാന്ത ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. പ്രശാന്ത, എന്ത് തന്നെയായാലും ഇത്തരത്തിൽ രാത്രികാല പെട്രോളിംഗ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഒരുപക്ഷെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംഭവങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇത് മാത്രമല്ലാതെ തലസ്ഥാന നഗരിയിൽ രാത്രികാലങ്ങളിൽ പല കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ നിയമലംഘനങ്ങളൊക്കെയും നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്ത് തന്നെ ആയാലും ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ രാത്രികാല പോലീസ് പെട്രോളിംഗ് കാര്യക്ഷമമല്ല എന്നുള്ളൊരു സാഹചര്യം തന്നെയല്ലേ? വിഷ്ണു, തീർച്ചയായും അതുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ രാത്രികാല പെട്രോളിങ്ങിൻ്റെ ഒരു അഭാവവും അല്ലെങ്കിൽ രാത്രികാല പെട്രോളിംഗ് കാര്യക്ഷമമായി നടക്കാത്തതും ഇത്തരത്തിലൊരു സംഭവത്തിന് കാരണമായി എന്നതുകൂടി ഒരു വിലയിരുത്തൽ കൂടി ഉണ്ട്. എന്നാൽ ഈ സ്ഥലം പേട്ടയിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ അന്താരാഷ്ട്ര വിമാനത്താവളം അടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തൊരു പോലീസിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഈ സംഭവ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും പോലീസിൻ്റെ ഒരു ദൃഷ്ടി ഇതിനകത്ത് ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അതൊരു അത്തരം സാഹചര്യങ്ങളില്ലാതെ പോയി എന്നത് തന്നെ ഈ പെട്രോളിംഗ് നടക്കാത്തതിൻ്റെ കൂടി കാരണം ആണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പരാതി ലഭിച്ചതിന് ശേഷം പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല കുട്ടിയെ. ഏകദേശം രാത്രി 12:30 കുട്ടിയെ കാണാതാകുന്നു. ഉത്തരേന്ത്യ സ്വദേശികളുടെ മകളാണ്. അമർദീപ് റവീന ദമ്പതികളുടെ മകളെയാണ് കാണാതായത്. അതിനുശേഷമാണ് അതായത് ബൈക്കിലെത്തിയ 2 അംഗ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. സഹോദരന്മാരോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുട്ടി. 4 സഹോദരന്മാരുണ്ട്. 4 സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്നാണ് ഈ കുട്ടിയെ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ട് പോയത്. അതിനുശേഷമാണ് ബന്ധുക്കളടക്കം പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഒരു അന്വേഷണത്തിലേക്ക് പോലീസും കടന്നത്. എന്തായാലും ഇനി ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അതിൽ എത്രത്തോളം അന്വേഷണം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നതിനടക്കം ഇനി അല്ലെങ്കിൽ എത്രത്തോളം ഏത് ഘട്ടം വരെ ആയി എന്നതടക്കം പോലീസിൻ്റെ ഭാഗത്തൊരു വിശദീകരണം നൽകേണ്ടിയിരിക്കുന്ന എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പ്രാഥമികമായിട്ടാണ് ഇപ്പോൾ കിട്ടിയൊരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനാണ് പോലീസ് എന്ന് മാത്രമാണ് ഇപ്പോൾ
പറയാൻ കഴിയുക. ജില്ല വ്യാപകമായി അതായത് ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുപോകാതി അതിർത്തി പ്രദേശങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണവും നടത്തുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. അതുപോലെ തന്നെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച്. പ്രശാന്ത തുടരുക. തിരുവനന്തപുരം പേട്ടയിലാണ് 2 വയസ്സുകാരി പോയത്. നാടോടി സംഘത്തിലെ ബാലികയാണ് തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘം അർദ്ധരാത്രിയിലാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രശാന്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരുന്നത്.